ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് കൊല്ലം ജില്ലയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കുറച്ച് ഫോട്ടോസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കൊയിലോൺ ലേക്ക് ഹോം സ്റ്റേയിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയത്. ഒരു കായലിൻ്റെ തീരത്താണ് ഈ ഹോം സ്റ്റേ. വളരെ മനോഹാരിത നിറഞ്ഞ ചുറ്റുപാടും കാലാവസ്ഥയും ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാം. ഈ കായലിൽ നിന്ന് ഒരാൾ വലയിട്ട് കരിമീനിനെ പിടിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് മീനിനെ കിട്ടിയിട്ടുണ്ട്. അതിവിശാലമായി പരന്നു കിടക്കുന്ന ഈ കായലിൻ്റെ സൗന്ദര്യം ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. നമുക്കിവിടെ ഒരാളെ കാണാം. ഇതാണ് കൃഷ്ണേട്ടൻ. ഈ കൊയിലോൺ ലേക്ക് ഹോം സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ കൃഷ്ണേട്ടനാണ്. 7 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് ഫാമിലിക്ക് താമസിക്കാൻ സാധിക്കുന്ന അത്രയും റൂമുകളും ലിഫ്റ്റ് സൗകര്യങ്ങളും ഓരോ റൂമിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാരേജ് ഫംഗ്ഷന് ശേഷം ചെറിയൊരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അവിടേക്ക് പോകാൻ എല്ലാവരും റെഡിയായിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ നമുക്ക് നോക്കാം. എല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞും കുറേ കാലം കൂടി ഒത്തുകൂടിയതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെച്ചും എല്ലാവരും വലിയ ആനന്ദത്തിലാണ്. യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന എല്ലാവരെയും നമുക്കൊന്ന് കാണാം. ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. റോഡിലേക്ക് കുറച്ച് നടക്കണം, അവിടെയാണ് വണ്ടി വരിക. അങ്ങനെ ഇടവഴിയിലൂടെ ഞങ്ങൾ റോഡിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഒരു ട്രാവലറിനാണ് പോകുന്നത്. 17 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. വാഹനം ഇപ്പോൾ തന്നെ എത്തും. അതിനുവേണ്ടി ഞങ്ങൾ റോഡ് സൈഡിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വാഹനം എത്തി. വിനോദയാത്ര എല്ലാവർക്കും സന്തോഷമുള്ള ഒന്നാണല്ലോ. എല്ലാവരും സന്തോഷത്തിലാണ്. ആദ്യം നമ്മൾ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് യാത്ര തുടരാം. പഴയിടം രുചി എന്ന പ്യുവർ വെജ് ഹോട്ടലാണിത്. ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്തേക്കാണ്. ജടായു പാറ വളരെ പ്രശസ്തമാണ്. സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചൽ ഈ കുന്നിൻ മുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം നിർമ്മിച്ചിട്ടുണ്ട്. ജടായു പക്ഷിയുടെ ശില്പമാണത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. മലമുകളിലെ പ്രതിമയുടെ അടുത്തെത്താൻ നടക്കേണ്ടവർക്ക് നടന്നും അല്ലാത്തവർക്ക് കേബിൾ കാർ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. നടന്നുപോയി ശില്പം കാണാനാണെങ്കിൽ 325 രൂപയും കേബിൾ കാറിൽ സഞ്ചരിച്ച് ശില്പം കാണാനാണെങ്കിൽ 555 രൂപയുമാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കേബിൾ കാറിലൂടെ പോകാം എന്ന് തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും കേബിൾ കാറിൽ കയറാൻ വേണ്ടി ഇപ്പോൾ ക്യൂ നിൽക്കുകയാണ്. ഇതാണ് കേബിൾ കാർ.
മലയുടെ മുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുവാനും അവിടെ നിന്ന് തിരിച്ച് ആളുകളെ എത്തിക്കുവാനും വിവിധ തരത്തിലുള്ള കേബിൾ കാറുകളുണ്ട്. ഒരു വശത്തു നിന്ന് ആളുകളെ ഇറക്കുകയും മറുവശത്തു നിന്ന് ആളുകളെ കയറ്റുകയുമാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു കേബിൾ കാറിൽ 8 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് കേബിൾ കാർ വരുന്നത് കാണാം. ഇതുപോലുള്ള ഓരോ കാഴ്ചകളും കണ്ട് ആസ്വദിക്കാം. പച്ച നിറത്തിലുള്ള ഒരു കേബിൾ കാർ വന്നിട്ടുണ്ട്. അവിടെ ആളുകളെ ഇറക്കി അതിനുശേഷം അത് കറങ്ങി വന്നു. ഞങ്ങളും ആ കേബിൾ കാറിലാണ് ഇപ്പോൾ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഒരു അനുഭവമാണ് കേട്ടോ. നമ്മൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ നമ്മളൊരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പ്രതീതി തോന്നും. നല്ലൊരു അനുഭവമാണ് ഈ യാത്ര. 200 അടി നീളവും 150 അടി വീതിയും 70 അടി ഉയരവുമാണ് ആ ശില്പത്തിനുള്ളത്. നമ്മൾ ജഡായു പാറ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കണ്ട് തിരിച്ചു വരുന്നവരെ മറു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും ഉയരത്തു നിന്ന് നോക്കുമ്പോൾ ഹെലിപാഡ് പൂർണ്ണമായും നല്ല വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ജഡായു പാറ. ജഡായു പാറയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. അത് ഇങ്ങനെയാണ്. രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ജഡായു. അരുണന്റെയും ശൈനിയുടെയും മകനും ഗരുഡന്റെ അനന്തരവനുമാണ് ജഡായു. രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകുമ്പോൾ സീതയെ രാവണനിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ധീരനായ ഒരു കഴുകനായിരുന്നു ജഡായു. രാവണനുമായുള്ള യുദ്ധത്തിനിടയിൽ ഗുരുതരമായി ജഡായുവിന് പരിക്കേൽക്കുകയും ചിറകുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. സീതയെ അന്വേഷിച്ചു വരുന്ന രാമലക്ഷ്മണന്മാർക്ക് രാവണൻ സീതയെ കൊണ്ടുപോയ ദിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്ത സ്ഥലമാണ് ഈ പാറ. അങ്ങനെ രാമായണത്തിലെ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെയൊരു ശില്പം ഇവിടെ സ്ഥാപിച്ചത്. ഇനി നമുക്ക് ഈ ശില്പത്തിൻ്റെ മനോഹാരിത ചുറ്റി നടന്ന് കാണാം.
ജഡായു പാറയിലെ ജഡായു ശില്പത്തിൻ്റെ മനോഹാരിത ഏവരും ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിനി തിരിച്ച് കേബിൾ കാറിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേബിൾ കാർ വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകും. ഒരു കേബിൾ കാർ എത്തിയിട്ടുണ്ട്. അവർ ആളുകളെ ഇറക്കുകയാണ്. നമുക്ക് പോവേണ്ട കേബിൾ കാർ എത്തി. എല്ലാവരും ക്യൂവിൽ തന്നെ നിൽക്കണം. ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ട് ഒരു കേബിൾ കാർ വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആളുകളെയൊക്കെ ഇറക്കി ഞങ്ങൾ ഇതിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിക്കാനും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. കയറിയത് ഒരു വശത്തു നിന്ന്, ഇറങ്ങുന്നത് മറ്റൊരു വശത്തു നിന്ന്. ജഡായു പാറയുടെ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയോടൊപ്പം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.